നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഒരു മലയാളി ഒടുക്കം ലോകകപ്പ് കളിക്കും. ലോക ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ഉന്നതമായ വേദിയായ ലോകകപ്പിൽ ഒരു മലയാളി കളിക്കും. പക്ഷെ അത് ഇന്ത്യക്ക് വേണ്ടിയല്ല, ഖത്തറിന് വേണ്ടിയാണ്. ഖത്തർ അതിൻ്റെ 26 അംഗ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചു. നമ്മളെല്ലാം ആവേശത്തോടെ, ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ കാത്തിരുന്ന തഹ്സിൻ മുഹമ്മദ് ജംഷിദ് എന്ന 19 വയസ്സുള്ള കണ്ണൂരുകാരൻ ആ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ ഫുക്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി ഖത്തറിൻ്റെ ലോകകപ്പ് ടീമിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം 55 അംഗ ടീമിൽ, ലോകകപ്പിനുള്ള 55 അംഗ ടീമിൽ ആദ്യഘട്ട ടീമിൽ തഹ്സിൻ ഇടം പിടിച്ചിരുന്നു. അപ്പോൾ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു. മലയാളി കളിക്കുമെന്ന് മുഴുവൻ മലയാളികളും, ലോകമെമ്പാടുമുള്ള മലയാളികളും വലിയ ആകാംക്ഷയോടെ കാത്തിരുന്നിരുന്നു. ഒടുക്കം ഖത്തർ അതിൻ്റെ 26 അംഗ ടീമിന് പ്രഖ്യാപിച്ചു. അതിലുണ്ട് 19കാരനായ തഹ്സിൻ മുഹമ്മദ് ജംഷിദ്. കണ്ണൂരുകാരനാണ്. കണ്ണൂരുകാരനായ ജംഷിദിൻ്റെയും വളപട്ടണം സ്വദേശിയായ ഷൈമയുടെയും മകനാണ് ജംഷിദ്. ജംഷിദ് ജനിച്ചതും വളർന്നതും എല്ലാം ഖത്തറിലാണ്. കേരളത്തിൽ അല്ല ജനിച്ചതും വളർന്നതും, ഖത്തറിലാണ് ജനിച്ചതും വളർന്നതും. ഖത്തറിൻ്റെ ദേശീയ അണ്ടർ 16 ടീമിൽ സ്ഥാനം പിടിച്ചിട്ടാണ് തഹ്സിൻ ശ്രദ്ധേയനാകുന്നത്. പിന്നീട് അണ്ടർ 17, അണ്ടർ 19 ടീമുകളിലും കളിച്ച താരം 2024 ജൂണിൽ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ അഫ്ഗാനിസ്ഥാനെതിരായ മത്സരത്തിലൂടെയാണ് ദേശീയ ടീമിൽ അരങ്ങേറിയത്. അഫ്ഗാനിസ്ഥാനെതിരായ ടീമിനെതിരായ മത്സരത്തിലൂടെയാണ് ഖത്തറിന് വേണ്ടി അരങ്ങേറുന്നത്. അത് അന്ന് 17 വയസ്സാണ് തഹ്സിന് പ്രായം. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. പിന്നീട് ഖത്തർ സ്റ്റാർസ് ലീഗിൽ അൽ ദുഹൈലിന് വേണ്ടി കളിക്കുന്ന തഹ്സിൻ ഖത്തർ ടോപ്പ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ്. ഖത്തറിൻ്റെ ടോപ്പ് ലീഗ് കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ്. ആദ്യത്തെ മലയാളി എന്നല്ല, ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരാൾ ആദ്യമായിട്ടാണ് ഖത്തറിൻ്റെ ടോപ്പ് ലീഗിൽ കളിക്കുന്നത്. അപ്പോൾ തഹ്സിൻ എന്ന് പറയുന്ന താരം, തഹ്സിൻ മുഹമ്മദ് ജംഷിദ്, നമ്മൾ മലയാളികൾ ഇനി ലോക ഫുട്ബോളിൽ മലയാളികൾക്കും അവരെ പ്രതിനിധീകരിച്ചും ഒരാളുണ്ട്, തഹ്സിൻ മുഹമ്മദ് ജംഷിദ്. എന്തായാലും ഖത്തർ അതിൻ്റെ ടീമിനെ പ്രഖ്യാപിക്കുമ്പോൾ അവരുടെ സൂപ്പർ താരം അക്രം അഫീഫാണ് ഖത്തറിൻ്റെ മുന്നേറ്റ നിരയെ നയിക്കുക. 126 മത്സരങ്ങളിൽ നിന്ന് 60 ഗോളുകൾ നേടി ഖത്തറിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായ അൽമോയസ് അലിയും ആ ടീമിലുണ്ട്. അൽമോയസ് അലിയാണ് അവരുടെ ഏറ്റവും വലിയ താരം. അദ്ദേഹമുണ്ട്. പരിചയസമ്പന്നരായ ഹസൻ അൽ ഹൈദോസ്, ബൗലം കൂക്കി എന്നിവരും ടീമിൻ്റെ കരുത്താണ്. അപ്പോൾ ആ നിലയിൽ നല്ല കരുത്തുള്ള ടീമിനെ തന്നെയാണ് തഹ്സിൻ്റെ ടീം എന്ന് പറയുന്നത്. കരുത്തുള്ള ടീം തന്നെയാണ്. ആ ടീമിൽ അതിൻ്റെ ആദ്യ 11-ൽ 11 അംഗ ടീമിൽ കളിക്കാൻ തഹ്സിന് കഴിയും എന്നുള്ളത്. പ്രാഥമിക റൗണ്ടിൽ 3 കളികളാണ് ഒരു ടീമിനുള്ളത്. അപ്പോൾ 3 അവസരങ്ങളുണ്ട് തഹ്സിന്. തഹ്സിൻ തീർച്ചയായും ആദ്യ 11-ൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തഹ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.